എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും ഡീകംപ്രഷൻ തെറാപ്പി ചെയ്യുന്നത് അശാസ്ത്രീയമോ എന്ന കാര്യമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഡീകംപ്രഷൻ തെറാപ്പി സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നട്ടെല്ലിൻ്റെ അകലം കൂട്ടാനും നട്ടെല്ലിൻ്റെ അകലം കുറയ്ക്കാനും നട്ടെല്ലിലെ ഡിസ്ക് നാഡിയിൽ അമർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ വലിച്ചകറ്റി അതിലെ സമ്മർദ്ദം കുറയ്ക്കാനും കഴിയുമെന്ന് പറഞ്ഞാണ് നടുവിനും കഴുത്തിനും ബെൽറ്റിട്ട് മുറുക്കി കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ വലിക്കുന്നത്. കഴുത്തിലും കാലിലും ഭാരം തൂക്കിയിടുന്ന പഴയ ട്രാക്ഷൻ രീതിയുടെ പരിഷ്കരിച്ച പതിപ്പാണിത്. ട്രാക്ഷൻ രീതി തെറ്റാണെന്ന് തെളിഞ്ഞതോടുകൂടി ഡീകംപ്രഷൻ എന്ന പേരിൽ പുതിയ ഒരു രീതി നടപ്പിലാക്കിയിരിക്കുകയാണ്. പഴയ ട്രാക്ഷൻ രീതി തെറ്റാണെന്നും അത് ആധുനിക ശാസ്ത്രത്തിന് എതിരാണെന്നും ബോധ്യപ്പെട്ട ചിലർ അത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ആധുനിക ശാസ്ത്രമനുസരിച്ച് ഡിസ്ക് പ്രൊലാപ്സിന് ഡീകംപ്രഷൻ രീതി ഒരിക്കലും യോജിക്കില്ല. ഡിസ്കിന് 3 ഭാഗങ്ങളുണ്ടെന്നാണ് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. കാർട്ടിലേജ് എൻഡ് പ്ലേറ്റ്, ന്യൂക്ലിയസ് പൾപ്പോസിസ്, ആൻലാസ് ഫൈബ്രോസിസ് എന്നിവയാണ് ഇവ. ഇതിൽ ഡിസ്കിൻ്റെ ചുറ്റിലുമുള്ള ആൻലാസ് ഫൈബ്രോസിസ് പൊട്ടിയിട്ടാണ് ഡിസ്കിൻ്റെ നടുഭാഗമായ ന്യൂക്ലിയസ് പൾപ്പോസിസ് പുറത്തേക്ക് തള്ളി നാഡികളിൽ അമർച്ച ഉണ്ടാകുന്നതെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഇന്ന് ലോകത്തുള്ള ശാസ്ത്രമനുസരിച്ച് ഒരു പൊട്ടിയ സാധനത്തിൽ പിടിച്ച് വലിച്ചാൽ വീണ്ടും അത് പൊട്ടുകയും അതിന് അടുത്തുള്ള ഭാഗങ്ങൾ കൂടി പൊട്ടാനാണ് സാധ്യത. ഒരിക്കൽ ഡിസ്കിൻ്റെ നടുഭാഗം തള്ളി പുറത്തേക്ക് ചാടിയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കയറിപ്പോകില്ലെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നത്. വൺസ് എക്സ്ട്രൂഡഡ് ദി ഡിസ്ക് ഡസ് നോട്ട് ഗോ ബാക്ക് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ഡീകംപ്രഷനിൽക്കിടെ ഇത് സുഖപ്പെടുത്തുന്നതെന്നത് ആധുനിക ശാസ്ത്രത്തിന് പോലും അറിയാത്ത കാര്യമാണ്. എക്സ്റേയിലോ സ്കാനിങ്ങിലോ കാണുന്ന നട്ടെല്ലല്ല യഥാർത്ഥത്തിലുള്ളത്. നട്ടെല്ലിൻ്റെ എക്സ്റേയിലോ സ്കാനിങ്ങിലോ നട്ടെല്ല് വേറിട്ട കഷ്ണങ്ങളായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ നട്ടെല്ല് അങ്ങനെ വേറിട്ട കഷ്ണങ്ങളല്ല. ഡിസ്ക് എന്ന വസ്തു ഉപയോഗിച്ച് നട്ടെല്ല് മൊത്തം മോൾഡ് ചെയ്തിരിക്കുകയാണ്. അത് നട്ടെല്ലിൽ നിന്ന് വേറിട്ട് പോകുന്നതോ അല്ലെങ്കിൽ തെന്നിപ്പോകുന്നതോ ഇളകിപ്പോകുന്നതോ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഡീകംപ്രഷൻ എന്ന ഈ വലിക്കൽ ഉപയോഗിച്ച് നട്ടെല്ലിനെ അകത്താനോ അടുപ്പിക്കാനോ അല്ലെങ്കിൽ നാഡികളിലെ സമ്മർദ്ദം മാറ്റാനോ ഈ വലിക്കൽ മൂലം കഴിയില്ല. അങ്ങനെ ചെയ്താൽ കൂടുതൽ പൊട്ടാനാണ് സാധ്യത. ട്രാക്ഷൻ ചെയ്യുമ്പോൾ പലർക്കും നടുവിലെയും കഴുത്തിലെയും പേശികൾ വലിഞ്ഞ് നീർക്കെട്ട് കൂടി മരവിപ്പ്, കഴപ്പ്, തരിപ്പ് എന്നിവ കൂടുതലാവുകയും നേരത്തെ വേദനയില്ലാത്ത സ്ഥലത്ത് പോലും വേദന ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് അനുഭവങ്ങളും പഠനങ്ങളും കാണിക്കുന്നുണ്ട്. ശരീരശാസ്ത്രത്തിനും ആധുനിക ശാസ്ത്രത്തിനും എതിരായ ഡീകംപ്രഷൻ ചികിത്സ നിരോധിക്കുന്ന കാലം വിദൂരമല്ല. എല്ലാ ചികിത്സാ രീതികളിലും നടുവേദനയും കഴുത്തുവേദനയും ഉള്ള രോഗികൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സുഖം കിട്ടുന്നതെന്ന് പരിശോധിച്ചാൽ പരമമായ സത്യം തിരിച്ചറിയാം. ഈ പരമമായ സത്യത്തിന് ചികിത്സ ചെയ്താൽ നടുവേദനയും കഴുത്തുവേദനയും മാറ്റാനും കഴിയും. ആധുനിക ശാസ്ത്രത്തിലെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഫിസിക്സും കെമിസ്ട്രിയും. ഓൾട്ടർനേറ്റീവ് ഫിസിക്സും ഓൾട്ടർനേറ്റീവ് കെമിസ്ട്രിയും ഇല്ല. ആധുനിക വൈദ്യശാസ്ത്രം പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ശരിയായ ശാസ്ത്രമായി മാറാൻ കഴിയാത്തതുകൊണ്ടാണ് ഡീകംപ്രഷനെക്കുറിച്ചും ട്രാക്ഷനെക്കുറിച്ചും പരസ്പര വിരുദ്ധമായ പഠന റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നത്. നാഡിയിൽ സമ്മർദ്ദമുണ്ടായാൽ നടുവേദനയോ കഴുത്തുവേദനയോ ഉണ്ടാകില്ല. ഇപ്പം ലാമിനറ്റമി എന്ന ഓപ്പറേഷൻ പല ആളുകളും ചെയ്യാറുണ്ട്. നട്ടെല്ലിലെ കശേരുക്കളുടെ ലാമിന എന്ന ഭാഗം നാഡിയിൽ അമർച്ച വരുത്തുന്നു എന്ന് പറഞ്ഞാണ് അവ ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്യുന്നത്. എന്നാൽ ആ ഓപ്പറേഷന് ശേഷവും മിക്ക ആളുകൾക്കും നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിസ്ക് നാഡിയിൽ അമരുന്നത് മൂലമാണ് വേദന എന്ന്
ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നുണ്ടല്ലോ. നമ്മൾ സയാറ്റിക്ക നാഡി ഉൾപ്പെടെ ഏത് നാഡിയിലും 50 കിലോ ഭാരം കൊടുത്ത് 6 മാസം അമർത്തിയാൽ പോലും വേദന ഉണ്ടാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഡിസ്കിൻ്റെ നടുഭാഗമായ ന്യൂക്ലിയസ് പൾപ്പോസിസ് എന്ന ഭാഗം നാഡിയിൽ അമർന്നാൽ വേദന ഉണ്ടാകുന്നത് എന്ന കാര്യമാണ് നാം ആലോചിക്കേണ്ടത്. ഇതിൽ നിന്നും നാഡിയിലെ സമ്മർദ്ദം മൂലമല്ല നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടാകുന്നതെന്ന് തെളിയുന്നു. അതുകൊണ്ട് തന്നെ ഡീകംപ്രഷൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഇത് പലതരം പരിഹരിക്കാൻ പറ്റാത്ത രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. പഴയ കാലത്ത് ചില മതനേതാക്കൾ അവരുടെ എതിരാളികളെയും ഭംഗിയുള്ള സ്ത്രീകളെയും അവരുടെ വരുതിക്ക് നിർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു രീതിയായിരുന്നു ഈ ഭാരം കെട്ടിയിട്ട് ഉള്ള ഈ ട്രാക്ഷൻ. ഇന്നത് ചെയ്യുന്നവർ കോട്ടും ടൈയും കെട്ടിയവരായതിനാൽ അതിന് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു ലേബൽ വീണു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 37 വർഷമായി നടുവേദനയിലും പനിയിലും പഠനങ്ങൾ നടത്തുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്. നിങ്ങൾക്ക് നടുവേദനയെക്കുറിച്ചുള്ള ഏത് ചോദ്യങ്ങൾക്കും താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.